കഴിഞ്ഞ ദിവസമാണ് ചിതറയിൽ 8 വർഷമായി വാടകയ്ക്ക് താമസിച്ചു വന്ന അബ്ദുൽ വാഹിദിനെയും സുഹറ ബീവിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഈ സമയം ഉടമകൾ ഇവർ താമസിച്ചു വന്ന വീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുകയായിരുന്നു. വാടക കൊടുക്കുന്നില്ലെന്നും വീട് ഒഴിയുന്നില്ലെന്നുമാണ് വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ പരിഗണനയിലാണ്. ഈ സമയം അന്യായമായി വീട് ഇടിച്ചു നിരത്തിയതിനാലാണ് പോലീസ് കേസെടുത്തത്. ദിൽബർ, അൻവർ എന്നിവർ ചേർന്നാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. വീട് തകർന്നത് കാരണം അതിനു സമീപമാണ് അബ്ദുൽ വാഹിദും സുഹറ ബീവിയും കഴിഞ്ഞ ദിവസം കിടന്നത്. വീട് തകർന്നത് മൂലം പെരുവഴിയിലായ അബ്ദുൽ വാഹിദും സുഹറ ബീവിയും തകർന്ന വീടിനു സമീപമാണ് കഴിഞ്ഞ ദിവസം കിടന്നത്. രാഹുലിന്റെ വണ്ടിയാ, എല്ലാം പ്ലാസ്റ്റിക് കെട്ടിപ്പൊഴിഞ്ഞാ വന്ന രാഹുല. ഇതിന് ഒന്നാം പ്രതി രാഹുല. ഈ ദിൽബർ വിളിച്ചോണ്ട് വന്ന ഈ വണ്ടി ഇടിക്കുന്നത് ദിൽബറും അൻവറും കൂടെ ചേർന്ന്. ഈ ദിൽബർ എന്ന് പറഞ്ഞവൻ ചിതറ ചെരുപ്പ് കടയൊക്കെ ഉള്ളതാണ്. ഈ അൻവർ എന്ന് പറഞ്ഞവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, കുക്ക് ഇൻസ്പെക്ടർ, മെഡിക്കൽ ഷോപ്പും ഒക്കെ ചിതറയിലുണ്ട്. ഞങ്ങൾക്ക് 1 രൂപയ്ക്ക് മാർഗമില്ല. ഞങ്ങളിങ്ങനെ 4 ചായ ഒഴിച്ചാൽ ജീവിക്കുന്നത്. ഇറങ്ങാൻ പറഞ്ഞു, 6 മാസം കൊണ്ട് ഇറങ്ങാൻ പറയും. ഞങ്ങൾ പറഞ്ഞു, എന്റെ ഭർത്താവ് 4 ലക്ഷം രൂപ മുടക്കിയത്, 5 ലക്ഷം രൂപ മേളി മുടക്കിയതാണ്. നിങ്ങളൊരു 3 ലക്ഷം രൂപയിലുണ്ട്. ലാസ്റ്റ് പറഞ്ഞ് 50,000 രൂപയിൽ ഒഴിയാൻ. ശരി, സമ്മതിച്ചു. പിന്നെ കൊള്ളക്കാരും കൊലപാതകളും എന്റെ ഭർത്താവ് വന്ന് സുഖമില്ലാത്തവളെ അടിക്കാൻ വന്നു. ആകെ പ്രശ്നം. നാട് മൊത്തം ശമ്പുവും ചാരായം വെച്ച് ഞങ്ങളെ പിടിപ്പിക്കാൻ നോക്കി. അങ്ങനെ പല കേസുകളും. ഇപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇങ്ങനെ ചെയ്യുമോ? ബീറ്റ്റൂട്ട് കലക്കി ശമ്പുവും ചാരായവും സ്പിരിറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ വിടുന്നില്ല. ഭയങ്കര കല്ലേറ്, കിടക്കാൻ വിടുന്നില്ല. കല്ലേറ്, കാലും കൈയും പൊങ്ങിയിട്ട് പോയി ഒരു നിവൃത്തിയില്ല. മഴ 4 മണിയായപ്പോഴും മഴ, ഭയങ്കര മഴ. എവിടെ പോകും, എന്ത് ചെയ്യും? കഞ്ഞി പോലും കുടിച്ചില്ല. എന്താ പറയാന്, ഷുഗർ കൊണ്ട് വയ്യ. ഇൻസുലിനൊക്കെ ഫ്രിഡ്ജെല്ലാം ചളങ്ങിപ്പോയി. ഷുഗറിന്റെ ഗുളികയില്ല. ഷുഗർ കൂടിയിട്ട് എനിക്ക് വാ പോലും തുറക്കാൻ വയ്യാത്ത അവസ്ഥയല്ല. ബോധം കെടുക. സംഭവത്തിൽ ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ദമ്പതികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ ഉടമകൾ പോലീസിൽ വ്യാജ പരാതി നൽകി. ഇരുവരും സ്റ്റേഷനിലെത്തിയ സമയം ഇവർ വീട് ഇടിച്ചു നിരത്തുകയായിരുന്നു. പോലീസിനെ വ്യാജ പരാതി നൽകി തെറ്റിദ്ധരിപ്പിച്ചതായും എഫ്ഐആറിൽ പറയുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. വീട് തകർക്കാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.